പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ആമുഖമായി ഞാൻ ഓതിവെച്ച സൂക്തം അതൊരു പ്രാർത്ഥനയാണ്. ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി. ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇശ്റഹ് ലി സദ്രി, എൻ്റെ റബ്ബേ, എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ റബ്ബേ. വയസ്സിർ ലി അംരി, എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവെ എനിക്ക് എളുപ്പമാക്കി തരണേ എന്ന് റബ്ബിനോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണിത്. പലപ്പോഴും നമ്മളൊക്കെ പല പ്രശ്നങ്ങളിലും അകപ്പെടാറുണ്ട്. അത് മുഖേന നമ്മളൊക്കെ ടെൻഷനുകൾ അനുഭവിക്കാറുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഇടുക്കം എന്ന് പറയുന്നത് അതൊരു വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയം വളരെ ചെറുതായിരിക്കാം. അതൊരാളോട് നമ്മൾ പറയുമ്പം നമ്മുടെ സുഹൃത്തായിരിക്കാം. ആ സുഹൃത്തിനോട് നമ്മുടെ ഈ പ്രശ്നം പറയുമ്പോൾ സുഹൃത്ത് പറയും, ഓ ഇതാണോ നിന്റെ പ്രശ്നം, ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ആകുലതയോടുകൂടി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമ്മോട് പറഞ്ഞേക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന ആ ഒരു ഇടുക്കം അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ആകുലതകളുമെല്ലാം നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര: മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, റബ്ബി ഇശ്റഹ് ലി സദ്രി, റബ്ബേ എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ എന്ന് ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പല തവണകളായി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അത് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാകണം എന്ന് മാത്രം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് വിശാലത കിട്ടും, നമ്മുടെ മനസ്സിന് സ്ഥൈര്യവും ധൈര്യവും കിട്ടും, ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് വരും, നമ്മൾ അറിയാതെ വരും. അതോടൊപ്പം ഹൃദയത്തിന് വിശാലത കിട്ടാൻ, നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേറെയും ചില കാര്യങ്ങൾ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്കത് ബോധ്യപ്പെടും. പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ഒരാളും ഈ ലോകത്തുണ്ടാകൂല. പക്ഷെ അത് വ്യത്യസ്തമായിരിക്കാം. ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയം പല രീതിയിലുള്ളതാകാം. പക്ഷെ ഏത് ചെറിയ പ്രശ്നമാകട്ടെ, ഏത് വലിയ പ്രശ്നമാകട്ടെ, എത്രമാത്രം സങ്കീർണതകളുള്ളതാകട്ടെ, ഇതിനെല്ലാം ഒരേ ഒരു മാർഗം അള്ളാഹു പഠിപ്പിക്കുന്നു. ഹൃദയമാണിത് നിയന്ത്രിക്കുന്നത്, നമ്മുടെ കൽബാണിത് നിയന്ത്രിക്കുന്നത്. അപ്പൊ
കൽബിന്റെ ഇടുക്കം അത് അവസാനിക്കാനും ഹൃദയത്തിന് വിശാലമായ ഒരു അവസ്ഥ രൂപപ്പെടാനും വേണ്ടി നമ്മൾ അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. അപ്പം ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട് ഹൃദയത്തിന് വിശാലത കിട്ടാൻ. അതിലൊന്ന് അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ്. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, അവനാണ് വലിയവൻ, അവൻ നൽകുന്നതെല്ലാം ഞാൻ അനുഭവിച്ചേ മതിയാകൂ. എനിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിച്ചു തരാൻ ലോകത്ത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ആത്യന്തികമായി എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ഒന്നാമതായി നമ്മൾക്കുണ്ടാകേണ്ടത്. അത് നമ്മൾക്കുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ വിശാലത കിട്ടും. തൗഹീദ് അനുസരിച്ചുള്ള ജീവിതം, ഏകദൈവ ആരാധനയിലൂടെ, ഏകദൈവ വിശ്വാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണത്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് കാണാം, സൂറത്ത് സുമറിൽ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ, അവന്റെ ഹൃദയത്തെ ഇസ്ലാമിനനുസരിച്ച് ഒരാളെ അള്ളാഹു അങ്ങ് രൂപപ്പെടുത്തിയെടുത്താൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തന്റെ റബ്ബിങ്കൽ നിന്നുള്ള വെളിച്ചത്തിലാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു നമ്മെ ഇസ്ലാമിലേക്ക് മാർഗം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു മുസ്ലിമാണെങ്കിൽ, അതോടൊപ്പം നമ്മളൊരു മുഅ്മിനാണെങ്കിൽ, തീർച്ചയായും നമ്മുടെ റബ്ബ് വെളിച്ചത്തിലൂടെ മാത്രമേ നമ്മളെ സഞ്ചരിപ്പിക്കൂ. പക്ഷേ ഒരു നിബന്ധനയുള്ളത്, നമ്മുടെ വിശ്വാസം അത് കൃത്യമായിരിക്കണം. നമ്മുടെ അർത്ഥനകളും ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം ഏകനായ റബ്ബിനോട് മാത്രമായിരിക്കണം. അങ്ങനെയാകുമ്പോൾ അള്ളാഹു നമ്മെ പ്രകാശത്തിലൂടെ മാത്രമേ നമ്മെ സഞ്ചരിപ്പിക്കുകയുള്ളൂ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തന്റെ പ്രസിദ്ധമായ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. കൽബിന് വിശാലത കിട്ടാനുള്ള കാര്യങ്ങളെ പറ്റി വിശദീകരിച്ചെടുത്ത് നമ്മുടെ ഹൃദയത്തിന്റെ വിശാലതയ്ക്ക് അതിന്റെ കാരണങ്ങളിലെ ഏറ്റവും മഹത്തായത് തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ്. തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അതതിന്റെ പൂർത്തീകരണത്തിലും അതിന്റെ വർധനയിലും അതേപോലെ തന്നെ അതിന്റെ ശക്തിയിലുമെല്ലാം എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ അള്ളാഹുവിൽ ലക്ഷ്യം വെച്ചുകൊണ്ടും അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ യഖൂലു ഇൻശിറാഹു സദ്രി സാഹിബിഹി, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. അവന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടും, അവന്റെ ഹൃദയത്തിന് ശാന്തത ലഭിക്കുമെന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഹിദായത്താണ് ഇസ്ലാമിലേക്ക് മാർഗം കാണിച്ചു തന്നു എന്നത്. ഇസ്ലാമിലേക്ക് മാർഗം ലഭിച്ചിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് എൻ്റെ എല്ലാം എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുകയും അവനിലേക്ക് മാത്രം നമ്മൾ തിരിയുകയും ചെയ്താൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെയുണ്ട് എന്നതാണ്. തൗഹീദ് മനുഷ്യനെ യഥാർത്ഥത്തിൽ സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് സൃഷ്ടാവിന്റെ അടിമത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്, നമ്മെ സഞ്ചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൃഷ്ടികൾ നമ്മെ പിടിച്ചുകെട്ടി നിൽക്കുന്ന അടിമത്തമായ ഒരു ജീവിതത്തിൽ നിന്ന് കൃത്യമായ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് നമ്മെ നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ അത് കൃത്യമാക്കേണ്ടതുണ്ട്. അത്
രൂഢമൂലമായ വിശ്വാസമാവുകയും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ രൂപപ്പെടുത്തുകയും ചെയ്താൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ മനുഷ്യ വിഭാഗം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടരായി അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർ, അതേ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ അടിമത്തത്തിൽ ജീവിച്ചു പോയാൽ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം ശിർക്കായിരിക്കുമെന്നതാണ്. ശിർക്കിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥകൾ വന്നാൽ, ശിർക്കിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടാകും. അള്ളാഹുവിനെ വിട്ട് പടപ്പുകളിലേക്ക് തിരിയുമ്പോൾ ഏതെങ്കിലും വ്യക്തികളിലേക്കോ ഏതെങ്കിലും ശക്തികളിലേക്കോ ഏതെങ്കിലും ജാറങ്ങളിലേക്കോ ഏതെങ്കിലും മക്കാമുകളിലേക്കോ നമ്മുടെ വിശ്വാസത്തെ തളച്ചിടുമ്പോൾ, അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുമെന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം എടുത്തു പറയുന്നത്, വമൻ യുശ്രികു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ കഅന്നമാ ഖറ മിനസ് സമായി, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. എന്നിട്ടോ ഫതഖ്തുബുഹു ത്വയ്റു, പക്ഷികൾ റാഞ്ചി എടുത്തു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ആകാശത്തുനിന്ന് വീണ ഒരാളെ പക്ഷികൾ എടുത്ത് റാഞ്ചി കൊണ്ടുപോവുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും വിദൂരമായ സ്ഥലത്തേക്ക്, ആരുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവനെ കൊണ്ടുപോയി, അതിശക്തമായ കാറ്റ് വന്നവനെ കൊണ്ടുപോയി വിദൂരമായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി തളച്ചിടുന്നത് പോലെ ശിർക്ക് ചെയ്യുന്നവന്റെ ഒരു അവസ്ഥയെ കുറിച്ചാ പറയുന്നത്. അവൻ എവിടെയും ഒരെത്തും പിടിയുമില്ല, എവിടെയും ഒരു പിടിവള്ളിയില്ലാതെ അവൻ ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ഇവിടെയാണ് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചു അള്ളാഹുവിൽ തവക്കുൽ ചെയ്തും ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ അതാണല്ലോ നമ്മൾ നമസ്കാരത്തിന് ശേഷം നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണല്ലോ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅതൈത, അല്ലാഹുവേ നീ നൽകിയത്, അത് രോഗമാകട്ടെ, മറ്റേത് സംഗതികളാകട്ടെ, സാമ്പത്തിക രംഗത്തുള്ള പ്രയാസങ്ങളാകട്ടെ, തന്റെ മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, കൗടുംബിക ജീവിതത്തിലുള്ള വിഷയങ്ങളാകട്ടെ, ഏതേത് വിഷയങ്ങളും റബ്ബേ നീ നൽകിയതിനെ തടയാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ജീവനുള്ളവർക്കോ മരണപ്പെട്ടു പോയവർക്കോ കഴിയില്ല റബ്ബേ എന്ന് ഹൃദയത്തിൻ നെഞ്ചകം തട്ടി നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅതൈത, നീ നൽകിയത് തടയാൻ ഒരാൾക്കും കഴിയില്ല റബ്ബേ, വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകാൻ ഈ ലോകത്തൊരാൾക്കും കഴിയില്ല റബ്ബേ എന്ന് നമ്മുടെ പ്രാർത്ഥന എന്താ? അത് വളച്ചുകെട്ടലില്ലാത്ത, കലർപ്പില്ലാത്ത, നേർക്ക് നേരെയുള്ള ഒരു ദുആയാണല്ലോ അത്, ഒരു പ്രാർത്ഥനയാണല്ലോ അത്. അതാണല്ലോ തൗഹീദ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുന്നത്. അതല്ല ശിർക്ക് പരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾക്ക് ഹൃദയത്തിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുമെന്നതാണ്. പൂർണ്ണമായ സുരക്ഷിതത്വം ലഭ്യമാകണമെങ്കിൽ, പൂർണ്ണമായ നിർഭയത്വം അത് കിട്ടണമെങ്കിൽ തൗഹീദിലൂടെ മാത്രമേ അത് കിട്ടൂ. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശാലത കിട്ടാൻ, നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടാൻ നമ്മൾ ഏകനായ റബ്ബിങ്കലേക്ക് മടങ്ങുക എന്നതാണ്. രണ്ടാമത്തേത് അൽ ഇനാബത്തു ഇലല്ലാഹ്. അൽ ഇനാബത്തു ഇലല്ലാഹ് എന്താണ് ഇനാബത്ത് എന്ന് പറഞ്ഞാൽ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന് നിർവചനം നൽകിയിട്ടുണ്ട്. അൽ ഇനാബത്തു, ഇനാബത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഉഖൂഫുൽ ഖൽബ്, നമ്മുടെ കൽബിനെ കൊണ്ടുപോയി വെക്കലാണ്. അലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൽ തളച്ചിടണം നമ്മുടെ കൽബുകളെ. ബിമഹബ്ബതിഹി, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, വഖൗഫിഹി, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, വറജാഇഹി, അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൽബിനെ നമ്മൾ അല്ലാഹുവിൽ സമർപ്പിക്കുക. അല്ലാഹുവിലേക്ക് മടങ്ങണം നമ്മൾ. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അതാ, മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിച്ചേക്കാം. അത്തരം ഘട്ടങ്ങളിൽ വഅനീബു ഇലല്ലാഹ്,
അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. നമ്മുടെ കൽബ് റബ്ബിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് റബ്ബിലേക്ക് നമ്മൾ മടങ്ങാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ്. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ വിനയത്തോടെ അള്ളാഹുവിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുടിക്കെട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ഭാരങ്ങളെ കുറക്കാൻ ഈ ഇനാപത്തിന് സാധിക്കുമെന്നതാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിലൂടെ വിനയാന്വിതനായി തൻ്റെ റബ്ബിങ്കിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം കുറക്കാൻ കഴിയും. അള്ളാഹു പറയുന്നു, ലം ലം യഇനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? ഖുർആനിന്റെ ചോദ്യം അതെത്ര പ്രസക്തമാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്കിനിയും സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും, സത്യവിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങളെ വിനയപ്പെടുത്താൻ, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവങ്കലേക്ക് ഹൃദയങ്ങളെ തിരിച്ചു നിർത്താൻ വിശ്വാസികളെ ഇനിയും അവർക്ക് സമയമായിട്ടില്ലേ? ഇത് ഖുർആനിന്റെ ഒരു ചോദ്യമാണ്. എന്നോടും നിങ്ങളോടുമുള്ള ഒരു ചോദ്യമാണ്. പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, സങ്കീർണതകളില്ലാത്ത വ്യക്തികളില്ല, കുടുംബങ്ങളില്ല, സമൂഹമില്ല, രാജ്യമില്ല, രാഷ്ട്രാന്തരീയങ്ങളില്ല. ഇത് നമ്മൾ അറിയണം. ഇവിടെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഏത് വിഷയമാകട്ടെ, ആ പ്രശ്നങ്ങളിലൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ തന്നെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച, ചരാചരങ്ങളെ സൃഷ്ടിച്ച റബ്ബിലേക്ക് തിരിച്ചു നിർത്തുക എന്നതു മാത്രമാണ്. അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണത്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി. റവാഹു മുസ്ലിം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അടിമ തൗബ ചോദിക്കുന്നത്, അള്ളാഹുവിനോട്, തന്നെ സൃഷ്ടിച്ച റബ്ബിനോട് കേണപേക്ഷിക്കുന്നത്, യാചിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടു കൂടി മാത്രമാണ് റബ്ബ് അതിനെ നോക്കിക്കാണുകയുള്ളൂ എന്നതാണ്. ഇത്രമാത്രം നമ്മളോട് സ്നേഹമുണ്ട് റബ്ബിന് നമ്മളോട് സ്നേഹമുണ്ട്. ആ സ്നേഹം നമ്മൾക്ക് സ്ഥിരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബിലേക്ക് മടങ്ങണം. ഒരു നീണ്ട ഹദീസിൽ, റവാഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു നീണ്ട ഹദീസിൽ നമുക്ക് കാണാം, മരുഭൂമിയിൽ വെച്ച് ഒരൊട്ടകം, ആ ഒട്ടകത്തിന്റെ പുറത്താണ് ആ വ്യക്തിയുടെ ഭക്ഷണപാനീയങ്ങളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത്. അല്പനേരം വിശ്രമം ആവശ്യമായി വന്നപ്പോൾ ആ വ്യക്തി ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുകയായിരുന്നു. അല്പമൊന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിനിടയിൽ പിന്നീട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. ഒട്ടകത്തിന്റെ പുറത്താണ് തൻ്റെ ഭക്ഷണമുള്ളത്. ആ ഒട്ടകത്തിൽ അതിൻ്റെ മീതെയാണ് തൻ്റെ പാനീയമുള്ളത്. വല്ലാതെ വിഷണ്ണനായ ഒരു സമയമാണ്. വീണ്ടും അദ്ദേഹം തളർന്നുപോയി. അദ്ദേഹം ക്ഷീണിച്ചവശനായി കിടന്നു. അദ്ദേഹം അവിടെ തന്നെ വീണ്ടും ഉറങ്ങി. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ആ ഒട്ടകം വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് തൻ്റെ റബ്ബിനോട്, തൻ്റെ അടിമ തൻ്റെ റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ തന്നെ സൃഷ്ടിച്ച റബ്ബിനോട് അവതരിപ്പിക്കുന്നത് ആ റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറയണം, എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹൃദയവിശാലത, ആ ഹൃദയവിശാലത കിട്ടാൻ രണ്ടാമത്തെ കാര്യം റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം നമസ്കാരം നിലനിർത്തുക എന്നതാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. ക്ഷമ കൊണ്ട്, നമസ്കാരം കൊണ്ട് നിങ്ങൾ സഹായം തേടണം. ആരോട്? റബ്ബിനോട്. നമ്മൾ അല്ലാഹ്ക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്ത് അതെന്താ? അത് നമസ്കാരമാണല്ലോ. നമുക്കേവർക്കും അറിയാം അല്ലേ? പല ആളുകളും വാട്സാപ്പിലൂടെ നോമ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ വാട്സാപ്പിലുള്ള സന്ദേശം എന്താ? ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ആ സന്ദേശം എന്താ? വയറ് കാലിയായപ്പോ പള്ളി ഫുള്ളായിരുന്നു എന്നാ. വയറ് കാലിയായപ്പോ പള്ളി ഫുള്ളായിരുന്നു. പള്ളിയിൽ മറ്റാളുകൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തത്ര വയറ് ഫുള്ളായപ്പോ പള്ളി കാലിയായി. എന്തൊരു രസകരമായ സന്ദേശമാണല്ലേ? വയറ് ഫുള്ളായപ്പോ
പള്ളി കാലിയായി. ഈ അവസ്ഥ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നത് ഒരു സത്യമാണ്. നമ്മൾ അള്ളാഹിനെ വിട്ട് കളിക്കരുത്, അള്ളാഹുവിനെ നമ്മൾ മറക്കരുത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഹൃദയത്തിന് വിശാലത കിട്ടണോ? നമസ്കാരം നിലനിർത്തണം. അള്ളാഹുവിനോട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, ഏതു നിർണായക ഘട്ടത്തിലും ഒരിക്കലും ഒരു സമയത്തു പോലും വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിക്കേണ്ട ഒരു ആരാധനാ കർമ്മമാണല്ലോ നമസ്കാരം. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം നമ്മൾ തീർത്തും ഒരു സമയം പോലും വിട്ടൊഴിയാതെ നിർബന്ധമായും നമ്മിൽ നിർവഹിക്കേണ്ട നമസ്കാരത്തെ വിട്ടുവീഴ്ചയില്ലാതെ അത് സമയബന്ധിതമായി തന്നെ അത് നിർവഹിക്കണം. ഞാനും നിങ്ങളുമൊക്കെ അത് നിർവഹിച്ചേ മതിയാകൂ. എങ്കിലേ അള്ളാഹു നമ്മെ ശ്രദ്ധിക്കുകയുള്ളൂ, നമ്മുടെ ഹൃദയത്തിന് വിശാലത കിട്ടൂ എന്ന് നമ്മൾ അറിയണം. നമസ്കാരം എന്ന് പറയുന്നത് അത് കേവലം ഒരു ചടങ്ങല്ല, അതൊരു ചടങ്ങല്ല, മറിച്ച് തൻ്റെ യജമാനനുമായുള്ള, തന്നെ സൃഷ്ടിച്ച റബ്ബുമായുള്ള സ്വകാര്യ സംഭാഷണമാണ്. ആ സ്വകാര്യമായ സംഭാഷണത്തിലാണ് തൻ്റെ എല്ലാ സങ്കടങ്ങളും, തൻ്റെ എല്ലാ വിഷയങ്ങളും ആരോടും പറയാതെ മൂടിവെച്ച നമ്മുടെ എല്ലാ സങ്കടങ്ങളും കൃത്യമായി നമസ്കരിച്ചിരുന്നു കൊണ്ട് റബ്ബിനോട് ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ആ ഒരു സ്വകാര്യ സംഭാഷണം അത് കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? തീർച്ചയായും അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശാലത നൽകും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇത് കൃത്യമായി ഉൾക്കൊള്ളാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമസ്കാരത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിടത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അസ്വലാത്തു മജ്ലിബത്തുൽ ലിർറിസ്ഖ്. നമസ്കാരം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഉപജീവനം കൊണ്ടെത്തരുന്ന ഒരു സംഗതിയാണ്. നമ്മൾ നമസ്കരിച്ചാൽ മതി. നമ്മൾ നിശ്ചയിക്കപ്പെട്ട നമസ്കാരത്തിൻ്റെ സമയമുണ്ട്, 5 നേരത്തെ നമസ്കാരം. അതൊരിക്കൽ പോലും നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ നിർവഹിക്കണം. സുബൈക്ക് കണ്ടില്ല, എന്തേ ഉറങ്ങിപ്പോയി, പറയാൻ പാടില്ല. അത് പറയാൻ പാടില്ല. ഒരു വിശ്വാസി ഒരിക്കലും പറയാൻ പാടില്ല, എന്തേ വരാൻ ഉറങ്ങിപ്പോയി. എന്തിനാ അങ്ങനെ ഉറങ്ങിപ്പോകുന്നത്? ഉറങ്ങാൻ സമയമുണ്ട്, ആ സമയത്ത് ഉറങ്ങണം, സമയത്ത് എഴുന്നേൽക്കണം. എഴുന്നേൽക്കണമെന്ന് നിയ്യത്ത് ചെയ്ത് കിടക്കുന്ന ഒരാൾ ഒരസുഖമുണ്ടെങ്കിലല്ലാതെ എഴുന്നേൽക്കാതിരിക്കില്ല, അതിലൊരു സംശയമില്ല. പിന്നെ ഒരു ന്യായം. അപ്പം ഈ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ ഉപജീവനം അത് അള്ളാഹ് തരും. അള്ളാഹ് ഏറ്റ കാര്യമാണ്, നമ്മളെ പ്രയാസം പരിഹരിക്കപ്പെടും എന്ന് അള്ളാഹു ഏറ്റതാണ്. തീർന്നില്ല. നമസ്കാരം അത് ഹാഫിളത്തുൽ ലിസ്സിഹാ, ഹാഫിളത്തുൽ ലിസ്സിഹാ, ആരോഗ്യ സംരക്ഷണം, അത് അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണ്. കൃത്യമായി നിസ്കരിക്കണം, കൃത്യമായി നമസ്കരിക്കണം, എങ്കിൽ ആരോഗ്യത്തിന്റെ സംരക്ഷണം അത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. തീർന്നില്ല. വദാഫിഅത്തുൽ ലിൽ അദാ, നമസ്കാരം ഉപദ്രവങ്ങളെ തടയും. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമുക്കറിയാം, സമയബന്ധിതമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമസ്കരിക്കുന്നതിലൂടെ കിട്ടുന്നത് എന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ. മോശമായ വൃത്തികെട്ട എല്ലാ സംഗതികളിൽ നിന്നും കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തും എന്നതാണ്. അപ്പൊ ഉപദ്രവങ്ങളെ തടയാൻ നമസ്കാരത്തിന് സാധിക്കും എന്നതാണ്. രോഗങ്ങളെ അകറ്റും. അതേപോലെ തന്നെ മുഖവ്വിയത്തുല്ലിൽ ഖൽബ്, ഹൃദയത്തിനെ ശക്തിപ്പെടുത്തും. നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നേ. നമ്മൾ അള്ളാനെ മുന്നിൽ കണ്ടാ നിസ്കരിക്കണ്ടേ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഏതോ ലോകത്തല്ല, നമസ്കരിക്കാൻ നിൽക്കുന്നത് റബ്ബിന്റെ മുമ്പിലാണ്. ആ റബ്ബിനെ നമ്മൾ കാണും, അതിലൊരു സംശയമില്ല. ഇഖ്ലാസ് ഉണ്ടോ, ഈമാൻ ഉണ്ടോ,
റബ്ബിനെ നമ്മൾ കാണും. അതിലൂടെ നമ്മുടെ ഹൃദയത്തിന് ശക്തി കിട്ടും. വമുബയ്യിളത്തുൽ ലിൽ വജ്ഹി, നല്ല ഒരു തെളിച്ച മുഖത്തിന് പോലും ലഭ്യമാകുമത്രേ കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക്. കാരണം എന്താണെന്നറിയോ? അവൻ അള്ളാഹ് ഏറ്റെടുത്തു കഴിഞ്ഞു. അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അള്ളാഹിന്റെ വലയത്തില. ഒരിക്കലും അവനൊരു പ്രയാസം ഉണ്ടാവില്ല. അവന്റെ മുഖം സന്തോഷകരമായിരിക്കും, അത് തെളിഞ്ഞതായിരിക്കും എന്നതാ. അതേപോലെ തന്നെ മുഫർരിഹത്തുൻ ലിന്നഫ്സ്, മനസ്സിനെ സന്തോഷിപ്പിക്കും. എന്ത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള നല്ല ഒരു ശക്തമായ ഒരു അവസ്ഥ അവന്റെ നഫ്സിന് കരുത്ത് കിട്ടും. അങ്ങനെയാ, അതാണ് മനുഷ്യ മനസ്സുകൾക്ക് കരുത്തേകുമത്രേ ഈ നമസ്കാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മുദ്ഹിബത്തുൽ ലിൽ കസ്ൽ, നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ? മടി, അലസത, കസ്ലാൻ. ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ, നല്ല ഒരവസ്ഥയിലേക്ക് വരാൻ നമസ്കാരത്തിന് സാധിക്കുമെന്നതാ. ഇത് നമ്മൾ ശീലിക്കണം, ഇത് കൃത്യമായി ചെയ്യണം. എപ്പോഴെങ്കിലും കൂടുമ്പം ചൊല്ലേണ്ട ഒരു സംഗതിയല്ല ഇത് നമ്മൾ ഏതെങ്കിലും ഒരു മാസം നിർവഹിക്കേണ്ട ഒരു സംഗതിയല്ല. ജീവിതം നമ്മൾക്ക് പ്രായമായി അവിടെ മുതൽ അവസാനത്തെ ശ്വാസം വരെയും നമ്മൾ നിർവഹിക്കണം. ഏതെങ്കിലും വിധേനെ അത് നിർവഹിച്ചേ മതിയാകൂ. എങ്കിൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് വിശാലത നൽകും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, നമ്മുടെ മനസ്സിന് ശക്തിയുണ്ടാകും, രോഗങ്ങൾക്ക് ആശ്വാസമുണ്ടാകും, നമ്മുടെ ഉപജീവന മാർഗം അത് അള്ളാഹു നൽകും. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഒരു മുഅ്മിനായി, ഒരു മുത്തഖിയായി ജീവിച്ചാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചിരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പള്ളിയിലുണ്ട്, വീടുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്, രോഗികളായി കിടക്കുന്ന ആളുകൾ ഒട്ടനേകം ആളുകളുണ്ട്. വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർ, വേദനകൾ കടിച്ചമർത്തി കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒരുപാട് ആളുകൾ അള്ളാഹുവേ അവർക്കെല്ലാം അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി, ശമനം നൽകി അള്ളാഹുവേ അവരെ അനുഗ്രഹിക്കണേ അള്ളാഹ്. എല്ലാ പ്രയാസങ്ങളെയും റബ്ബേ നീ അവർക്ക് ദൂരീകരിച്ചു കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി നിന്റെ വിളി കേട്ട് നിന്നിലേക്ക് വന്നു കഴിഞ്ഞു റബ്ബേ. ഞങ്ങളും വരാനുള്ളവരാണ് അള്ളാഹുവേ. നിന്നിലേക്ക് വന്നിട്ടുള്ള മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവേ ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ഫലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا تقبل منا دعاءنا وصلاتنا وسائر أعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.